ഉമ്മച്ചി എന്തിനാ സങ്കടപ്പെടുന്നു ഉമ്മച്ചിയെ? ഉമ്മച്ചിക്ക് എന്തിനാ സങ്കടം? എന്തിനാ സങ്കടപ്പെടുന്നേ? ഉമ്മച്ചിക്ക് സങ്കടമില്ലല്ലോ. ഉണ്ട്. ഇല്ലടാ, ഉമ്മച്ചിയുടെ മുഖം നോക്ക്. ഉണ്ട്. സങ്കടം ഉണ്ടോന്ന് പറഞ്ഞു. ഉണ്ടോ? ഇല്ലപ്പാ. ഉമ്മച്ചി ചിരിക്കുന്നതാ. അതോ ഉമ്മച്ചിന്റെ വീഡിയോന്റെ ചോട്ടിൽ വന്നു കാണ്ടേ ഒരു പമ്പർന്നോട് 2 കമന്റ് ഇട്ടു. ഉമ്മച്ചി അഭിനയിക്കാണ്, ഉമ്മച്ചിക്ക് മാനസിക വിഭ്രാന്തിയാണെന്നൊക്കെ പറഞ്ഞു കാണ്ടേ. അപ്പം അത് കണ്ടപ്പം വല്ലാത്തൊരു സങ്കടം ഫീൽ ചെയ്തു. കാരണം നമ്മളെത്ര കഷ്ടപ്പെട്ട് കണ്ടാണ് നമ്മൾ ജീവിച്ചു പോണത് അല്ലേ? അപ്പം തസ്ബീമാല കയ്യിലിടുമ്പോക്ക് ഒരാൾക്ക് വിഭ്രാന്തി ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഉസ്താദുമാരും പിന്നെ വലിയ വലിയ ആളുകളൊക്കെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ തസ്ബീമാല. അപ്പോലൊക്കെ അതേമാതിരി മതവിഭ്രാന്തിയായിട്ടും മാനസിക രോഗിയായിട്ടും ചിത്രീകരിക്കൂല ഇങ്ങനത്തെ ആളുകൾ ഇല്ലേ? ഉമ്മച്ചി അത് പോരുമ്പോൾ നിങ്ങൾ പറയും ഉമ്മച്ചി അത് കയ്യിൽ വെച്ചോളി, ദിക്റ് സ്വലാത്ത് അവിടെ ഇരുന്ന് കണ്ട് ചെല്ല അത് പറഞ്ഞിട്ടല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കമന്റ് കണ്ടപ്പോൾ ഒരു ടെൻഷൻ. അപ്പം ഇങ്ങനെ മാറിപ്പോൾ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഉമ്മച്ചി അഭിനയിക്കാണ് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോന്റെ ചോട്ടില് അങ്ങനത്തെ കമന്റ് ഇടുന്നത് ഞാനും എൻ്റെ താത്തയൊക്കെയാണ് വായിച്ചുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം വരും. എന്തിന് സങ്കടം വരുന്നുണ്ടാ? അപ്പൊ നമുക്ക് എനർജി കൂടുതൽ കിട്ടൂലേ? നമുക്ക് എനർജി കിട്ടും അങ്ങനെയുള്ള കമന്റ് കാണുമ്പോ. ആരെ റിമൂവ് ആക്കിയതാ ഇന്ന്? എന്തിന് വായിച്ചപ്പോ സങ്കടം. അച്ചോനെ എൻ്റെ കുട്ടികളെ എൻ്റെ ഈ തസ്ബീമാല കയ്യിൽ വെച്ച് കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ 2 മെസ്സേജ് വന്നു. അപ്പോൾ ആ മെസ്സേജ് ഇട്ട താത്തായാലും കാക്കയാലും ഒരു കേൾക്കാൻ പറയാണ്, നമ്മൾ കയ്യുമ്മൊരു തസ്ബീമാല തസ്ബീമാല ഇട്ടുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ എടുത്ത് കരുതുമ്പോഴേക്കും നമുക്ക് മാനസിക രോഗം ഉണ്ടാവുമോ? അപ്പം ഇനി അങ്ങനെ തന്നെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആ വ്യക്തിക്ക് പിന്നെ മെസ്സേജ് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ ആക്കി കരുതിയാലും എന്തില്ല നമുക്ക് നമുക്ക് വിഷയമല്ലേ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളെ കച്ചവടം 8:30 ഇപ്പോൾ സമയം, രാത്രി 8:30. ഈ 8:30 കച്ചവടം കഴിഞ്ഞിട്ട് തവക്കൽ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യാതൊരു വിഷയമല്ല. നിങ്ങൾ എന്തൊക്കെ മെസ്സേജ് കൂടെ എന്താ കമൻ്റ് ഇട്ടാലും ശരി, നല്ല മനുഷ്യന്മാർ നല്ല എന്തെല്ലാം നല്ല മെസ്സേജ്. ആ ഒരു പിന്നെ വീഡിയോ എത്ര ജനങ്ങളെ കണ്ടിട്ടുണ്ട്? 6000-ന്റെ മേലെ ആളുകൾ കണ്ടു. അതിൻ്റെ പുറമെ എനിക്ക് എത്ര ലൈക്ക് വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ 30 പേർക്ക് സങ്കടം വന്നതാണ്. സാരല്ല കേട്ടോ താത്ത, സാരല്ല കേട്ടോ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഞങ്ങൾ ഇന്നത്തെ കച്ചവടം നിർത്തി ഞങ്ങൾ പോകാൻ നോക്കട്ടെ. അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അൽഹംദുലില്ലാ അർഹമായ പ്രതിഫലം അൽഹംദുലില്ലാ അള്ളാഹു നൽകട്ടെ. അല്ലാത്തവർക്കും ഇതുപോലുള്ള കമൻ്റ് ഇട്ടവർക്കൊക്കെ കുഴപ്പമില്ല. തവക്കൽത്തു അലല്ലാഹ്. 30 ഇതിനാണ് തവക്കൽത്തു അലല്ലാഹ്. അതേമാതിരി ഞാനും പറയാം തവക്കൽത്തു അലല്ലാഹ്. അള്ളാഹ് അറിയാത്ത ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ജീവിതത്തിൽ കുറച്ച് സംഭവിച്ചിട്ട് പോയി. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് വരണ്ട്. ഓക്കെ എന്നാൽ ബൈ, സീ യു.